എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ദാ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ദാ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇതാ ഞാനൊരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കറി തയ്യാറാക്കി എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ക്യാപ്സിക്കത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സീഡ്സ് കാണും. അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇതാ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോവില്ല. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ കറി തയ്യാറാക്കിയെടുക്കാം. ഇതാ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇതാ 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്തോളൂ. എന്നിട്ട് ഇതാ വെളുത്തുള്ളി ഒന്ന് നിറം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു സവാളയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ സവാളയുടെയും കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾക്ക് ഇനി ഇതിനകത്തേക്ക് പച്ചമുളകും കൂടി ചേർക്കാനുള്ളതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളുടെ പച്ച മണമൊക്കെ ഇപ്പോൾ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ ഈ സമയത്ത്. ഇനി നമ്മളിതാ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇതാ ക്യാപ്സിക്കം ഒരുപാടങ്ങ് കനം കുറഞ്ഞ് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ ഈ ഒരു കനത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി. കാരണം പെട്ടെന്ന് അത് വഴണ്ട് കിട്ടുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോഴേക്ക് അതിനകത്തൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഒരുപാടങ്ങ് വെന്ത് പോവില്ലെങ്കിൽ അപ്പോൾ ഈ രീതിയിൽ എടുത്താൽ മതി. തീ ഈ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇപ്പം ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇനിയും പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈര്. അപ്പോൾ തൈര് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് കട്ട തൈരല്ല. ഞാൻ ആ തൈര് സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഈ സമയത്ത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. തീ ഓഫ് ചെയ്യരുത് കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് അപ്പുറത്തടുപ്പിൽ അതിനുള്ള കറിയും കൂടി റെഡിയാക്കി എടുക്കാം. അത്ര ഈസിയാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് സ്വല്പം കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ഒരുപാട് തിളപ്പിക്കരുത്. തൈര് ചേർത്തതാണ്. എന്നാലും ചെറിയൊരു ചൂട് തൈരിലേക്ക് വരണം. അപ്പോൾ അതിൻ്റെ പാകം ഇതുപോലെ ചെറുതായിട്ട് കണ്ടില്ലേ, കുമിളകൾ വരും. ഒരുപാട് തിളപ്പിക്കരുത്. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി, നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ, അത് വറുത്തതാണ്. എന്നിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് പൊടിച്ചെടുക്കണ്ട. നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പം ഒന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പാകത്തിന് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. പിന്നെ ഹെൽത്തിയും കൂടിയാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് ആ കപ്പലണ്ടിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ നമ്മുടെ കറിയിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെയൊക്കെ ആ ഫ്ലേവർ ഇഷ്ടവെച്ചാൽ മല്ലിയില ചേർത്ത് കൊടുത്തോളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്.
തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നുപോകല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.